ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ജോയിയുടെ അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ജോയിയുടെ അമ്മ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുന്നതാണ്. ഇവരുടെ കൂടെ സോളും ഉണ്ടായിരുന്നു. സോളാണ് ഈ ബർത്ത്ഡേ കേക്ക് കൊണ്ടുകൊടുത്തത്. അങ്ങനെ ജോയിയുടെ അമ്മ സോളിനോട് താങ്ക്സ് പറയാണ്. ആ സമയം സോള് ഇതൊരു സ്പെഷ്യൽ കേക്കാണ്, സെലിബ്രിറ്റീസൊക്കെ ഓർഡർ ചെയ്യുന്നതാണ്, ഈ കേക്ക് ഓർഡർ ചെയ്തിട്ട് കിട്ടാനായിട്ട് 1 ഇയർ വരെ വെയിറ്റ് ചെയ്യണം, റെയർ കേക്കാണെന്നൊക്കെ പറയാണ്. അതിനുശേഷം ജോയും സോളും കൂടെ വീടിൻ്റെ പുറത്ത് നിന്ന് സംസാരിക്കുകയാണ്. ആ സമയം സോള് നീ എൻജോയ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ജോ ആണെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്നൊക്കെ ഉണ്ടെന്ന് പറയാണ്. ആ സമയം സോള് മിങ് എന്നെ നിന്നെ ഇങ്ങനെയൊരു സ്പെഷ്യൽ ഡേയിൽ ഒറ്റയ്ക്ക് വിടാൻ സമ്മതിക്കത്തില്ല, മിങ് അവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ മിങ് വീണ്ടും ഞാനുമായിട്ട് ഒന്നിക്കാനായിട്ട് വന്നു, പക്ഷേ അവൻ്റെ പാരൻസിന് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പേസ് ഇട്ടു എന്ന് പറയാണ്. ആ സമയം സോളാണെങ്കിൽ നീ മിങ്ങിൻ്റെ അടുത്തേക്ക് തിരിച്ച് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു നീ അവൻ്റെ അടുത്തേക്ക് എത്തുമെന്ന്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, രണ്ടുപേരും പരസ്പരം ഒരുപാട് പ്രഷർ കൊടുക്കരുത്. നിങ്ങളുടെ രണ്ടുപേരെ ലോകം വേറെ വേറെയാണ്, നിങ്ങൾ രണ്ടുപേരും അവസാനം വിഷമിക്കേണ്ടി വരും. നിനക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം നീ എന്നെ ഒരു ബ്രദറായിട്ടാണ് കാണുന്നതെന്ന്, പക്ഷേ നിൻ്റെ അടുത്തുള്ള ഇഷ്ടം പോകുന്നില്ല. ഇതിപ്പോൾ ഞാൻ നിന്നെ നല്ലതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. നിൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും നിനക്ക് എന്നോട് ഷെയർ ചെയ്യാം, നമ്മൾ രണ്ടുപേരും എന്നും എപ്പോഴും ബ്രദേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് സോൾ അവിടെ നിന്ന് ചെല്ലാണ്. ആ സമയം ചോദിക്ക് മിങ്ങിൻ്റെ ഫോണിൽ നിന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് വാ എന്നും പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാണ്. അങ്ങനെ മിങ്ങിനെ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി, ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള സംഭവമായിരുന്നു നടന്നത്. അങ്ങനെ മിങ്ങിൻ്റെ മെസ്സേജ് പെട്ടെന്ന് വന്നതും ജോ ആണെങ്കിൽ ഉടനെ അവൻ്റെ വീട്ടിൽ ചെല്ലാണ്. ചെന്നപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന മിങ് ആയിരുന്നില്ല, മിങ്ങിൻ്റെ ബ്രദർ മൈക്കായിരുന്നു. മൈക്കാണ് ജോയിനെ വിളിച്ച് വരുത്തിയത്. ജോയിനെ കണ്ടതും മൈക്ക് ജോയിൻ്റെ അടുത്ത് മിങ്ങിന് പകരം ഞാനാണ് നിന്നെ വിളിച്ച് വരുത്തിയത്, മിങ്ങിനെ ഇപ്പോൾ അച്ഛൻ വീട്ടിൽ പൂട്ടിയിട്ടൊക്കെയാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുവിധം മിങ്ങിൻ്റെ പേഴ്സണൽ ലൈഫ് അറിയാം, പക്ഷെ അച്ഛൻ അറിയത്തില്ലായിരുന്നു. മിങ് അച്ഛൻ്റെ അടുത്ത് ചെന്ന് മിങ് നിന്നെ ഡേറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു. അതോടെ അച്ഛൻ മിങ്ങിനെ ലോക്ക് ചെയ്തിട്ടു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നതും. മിങ്ങിന് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനും വീണ്ടും അവന് സ്വാതന്ത്ര്യമായിട്ട് നടക്കണമെങ്കിലും നിങ്ങൾ ബ്രേക്കപ്പ് ആവണമെന്ന് പറഞ്ഞിട്ട് ജോയിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സമയം മിങ്ങിൻ്റെ നല്ലതിനെക്കുറിച്ച് ഓർത്തിട്ട് ജോ ആണെങ്കിൽ ഓക്കെ ഞാൻ ബ്രേക്കപ്പ് ആവാം, പക്ഷേ അതെനിക്ക് മിങ്ങിനോട് നേരിട്ട് പറയണമെന്ന് പറയുന്നുണ്ട്. ആ സമയം മൈക്ക് സോറി അത് പറ്റത്തില്ല, അച്ഛൻ നിങ്ങളെ പരസ്പരം കാണാൻ സമ്മതിക്കത്തില്ല. ഇനിയിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഭാവിയിൽ തന്നെ നിങ്ങളിപ്പോൾ ഒരുമിച്ചാണ് ഉള്ളതെങ്കിൽ പോലും എൻ്റെ ഫാമിലി എങ്ങനെയെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് നിങ്ങളെ പിരിക്കാൻ ശ്രമിക്കും. ആക്ച്വലി എനിക്ക് പിരിക്കണമെന്ന് താല്പര്യമില്ല, മിങ് എന്നെ വെറുക്കണമെന്ന് താല്പര്യമില്ല, പക്ഷേ ഇപ്പോൾ വേറെ ഒരു വഴിയും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോ ആണെങ്കിൽ എനിക്ക് പക്ഷേ മിങ്ങിനെ കണ്ടേ പറ്റും, അവനെ കണ്ടിട്ട് ബ്രേക്കപ്പ് ആവുന്ന കാര്യം ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. അതേ മൈക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ജോ ആണെങ്കിൽ ഒരു എക്സ്പ്ലനേഷനും ഇല്ലാതെ ഞാൻ മിങ്ങിനെ ഇട്ടിട്ട് പോകണമെന്ന് ചോദിക്കുകയാണ്. ആ സമയം മൈക്ക് മിങ് നിനക്ക് മുന്നേ നിൻ്റെ അതേ പേരുള്ള ജോ എന്ന് പറഞ്ഞൊരു പയ്യനെ ഡേറ്റ് ചെയ്തതാണ്, ഇപ്പോൾ അവൻ അതേ പേരുള്ള നിന്നെ ഡേറ്റ് ചെയ്യുന്നു, നാളെ വേറൊരാളുടെ പോകത്തില്ല എന്ന് എന്താ ഉറപ്പെന്ന് ചോദിക്കുകയാണ്. മൈക്കിനറിയത്തില്ലല്ലോ ആ ജോയാണ് ഈ ജോ എന്ന്. ആ സമയം അതായിട്ട് ജോ ആണെങ്കിൽ അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല, പക്ഷേ ഞാൻ മിങ്ങിനോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം മൈക്ക് അത് പറ്റത്തില്ല എന്ന് പറയുകയാണ്. ആ സമയം ജോ പഴയ ജോ ഒരു എക്സ്പ്ലനേഷനും ഇല്ലാതെ മിങ്ങിൻ്റെ ലൈഫിൽ നിന്ന് പോയി, അതുപോലെ ഞാനും പോകണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ജോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുമല്ലോ ബ്രേക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടും, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ ഒന്ന് കൺവിൻസ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ജോ അവിടെ നിന്ന് ചെല്ലാണ്. അതിനുശേഷം കാണിക്കുന്ന ജോ വീട്ടിലേക്ക് വന്നതും അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ലേഡിയാണെങ്കിൽ ജോയിൻ്റെ അടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഒരാൾ നിങ്ങളുടെ അമ്മയെ കാണാനായിട്ട് വന്നു, നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ഒന്ന് പോയി സംസാരിക്കാമോ, അവർ ദേഷ്യത്തിരിക്കുകയാണെന്ന് പറയാണ്. ജോ അങ്ങനെ നേരെ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാണ്. അവൻ്റെ അമ്മ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഭയങ്കര ദേഷ്യത്തിരിക്കുമായിരുന്നു. ജോ ചെന്നിട്ട് എന്താ കാര്യം അമ്മ, ആരാ വന്നേന്ന് നോക്കിയാണ്. ആ സമയം അമ്മ എന്നെ കാണാൻ ഒരു ലോയർ വന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ അവൻ്റെ കൊടുക്കുകയാണ്. അവൻ ചെന്ന് തുറന്നു നോക്കിയതും അവനും മിങ്ങും തമ്മിലുണ്ടായിരുന്ന കോൺട്രാക്റ്റ് ആയിരുന്നു അത്. അതായത് മിങ് നമ്മുടെ ജോ ആണിതെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ജോയുമായിട്ട് കോൺട്രാക്റ്റ് വെച്ചല്ലോ, നിൻ്റെ കട അടച്ചു തീർക്കാൻ പൈസ എല്ലാം ഞാൻ തരാം, പകരം 1 വർഷത്തേക്ക് നീ എൻ്റെ കൂടെ എൻ്റെ ആളായിട്ട്, അതായത് എനിക്കുള്ളവനായിട്ട് വന്ന് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ പേപ്പറായിരുന്നു അത്. അങ്ങനെ ജോ അത് നോക്കിയതും അവൻ്റെ അമ്മയാണെങ്കിൽ നീ കട അടച്ച പൈസ ഈ രീതിയിലാണോ വാങ്ങുന്നത്, നീ അവൻ്റെ കൂടെ 1 വർഷം ഇങ്ങനെ നിന്നിട്ടാണോ പൈസ വാങ്ങുന്നത്, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി, എൻ്റെ മകൻ ഈ രീതി ചെയ്തിട്ട് പൈസ കിട്ടണമെന്ന് എനിക്കൊരാഗ്രഹമില്ല, ഈ വീട് അവൻ തന്നെയല്ലേ, ഈ വീട്ടിലേക്ക് ഞാൻ ഒരു സെക്കൻഡ് ജീവിക്കത്തില്ല, ഞാൻ പോവുക, കട അടച്ച് തീർത്തിട്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവൻ്റെ അമ്മ അവിടെ വർക്ക് ചെയ്തിരുന്ന ആ ഒരു ലേഡിയുടെ വീട്ടിലേക്ക് താമസിക്കാനാണ് പോകുന്നത്. ജോ അവനെ തടയാൻ ശ്രമിച്ചു, പക്ഷേ ജോയുടെ അമ്മ നിന്നേയില്ല. ആ സമയം ജോ ഒരുപക്ഷെ മൈക്ക്
തന്നെയും മിങ്ങിനെ അകറ്റാനായിട്ട് ഈ പണി ഒപ്പിച്ചായിരിക്കും നിർത്തിയിട്ട് മൈക്കിനെ കോൾ ചെയ്തിട്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യൂ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, നീ എന്തിനാ എൻ്റെ അമ്മയുടെ അടുത്ത് ഇതൊക്കെ പറയാൻ പോയെന്ന് ചോദിക്കുകയാണ്. ആ സമയം മൈക്ക് നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞപ്പോൾ ജോ ആണെങ്കിൽ അപ്പോൾ ആ പേപ്പറൊന്നും നീ അല്ലേ എൻ്റെ വീട്ടിലേക്ക് കൊണ്ട് തന്നേന്ന് പറയാണ്. ആ സമയം മൈക്ക് നിൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നോ, അതാരാ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം അത് കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോ ഞാനെങ്ങനെ നിന്നെ വിശ്വസിക്കുമെന്ന് ചോദിച്ചപ്പോൾ മൈക്ക് അതിന് പകരമായിട്ട് മിങ്ങിനെ കാണാനായിട്ട് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജോ ആണെങ്കിൽ മിങ്ങിൻ്റെ വീട്ടിലേക്ക് വരാണ്. ആ സമയം മൈക്ക് അവിടെ ഉണ്ടായിരുന്നു. മൈക്ക് നിനക്ക് ഉറപ്പാണോ കാണണം എന്നുള്ളത്, ഉറപ്പിച്ചെങ്കിൽ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് വീട്ടിലേക്ക് കയറാണ്. കയറി പോകുന്ന ടൈമിന് മിങ് ഒരാഴ്ചയായിട്ട് റൂമിൻ്റെ അകത്ത് തന്നെയാണ് അച്ഛൻ പൂട്ടിയിട്ടേക്കുന്നത്. അവൻ ഫുഡൊന്നും കഴിക്കുന്നില്ല. അമ്മയ്ക്കും കുറേ ടെൻഷനുണ്ട്. അച്ഛനും അവനും അവരുടെ വാശി ഇട്ട് കൊടുക്കുന്നേ ഇല്ല. ഈ ഒരു ഗെയിമിൽ ആരുടെ മനസ്സാണോ ആദ്യം അലിയുന്നത് അയാൾ എന്തായാലും തോക്കും. പക്ഷെ രണ്ടുപേരും മനസ്സലിയാൻ സമ്മതിച്ച് കൊടുക്കുന്നില്ല എന്നേ പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ മൈക്കിൻ്റെ അടുത്ത് നീ ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മൈക്ക് ഞാൻ ആരുടെയും കൂടെ നിൽക്കുന്നില്ല, പക്ഷേ ഞാൻ മിങ്ങിന് ഒരു പ്രോമിസ് കൊടുത്തുപോയി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ജോയിനെയും കൊണ്ട് മിങ്ങുള്ള റൂമിൻ്റെ അകത്ത് ചെല്ലാണ്. മിങ് ഒരാഴ്ച ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോ ചെന്നിട്ട് നീ ഓക്കെ ആണോന്നൊക്കെ ചോദിച്ചപ്പോൾ മിങ് നിന്നെ കണ്ടല്ലോ ഞാനിപ്പോൾ ഓക്കെയാന്ന് പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, നമ്മളെ തമ്മിൽ നല്ലപോലെ പിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും ഒരുമിച്ചുണ്ടാകാൻ പറ്റത്തില്ല, നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറയാണ്. ആ സമയം മിങ് ഇല്ല ഇല്ല നിൻ്റെ വീട്ടിൽ ഞാനൊരിക്കലും പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മൈക്ക് അമ്മ അച്ഛനും വീട്ടിൽ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാനായിട്ട് പറയാണ്. അങ്ങനെ മിങ്ങാണെങ്കിൽ ആ സമയം ജോയിൻ്റെ അടുത്ത് നമ്മൾ എന്തായാലും ഒന്നിച്ചിരിക്കും, അതിന് വേണ്ടിയിട്ട് മൈക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാണ്. ആ സമയം മൈക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യത്തൊന്നുമില്ല, ഞാൻ നിനക്ക് പ്രോമിസ് തന്നത് പഴയ ജോ വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാമെന്നാണ്, അല്ലാതെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറയാണ്. ആ സമയം മിങ് മൈക്ക് നീ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജോ ഇല്ലേ അവൻ തന്നെയാണ് പഴയ ജോ എന്ന് പറയാണ്. ആ സമയം മൈക്ക് നിനക്കെന്നെ വട്ടാണോ, ഫുഡ് കഴിക്കാതിരുന്നിട്ട് കിളിയൊക്കെ അടിച്ച് പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം മിങ് ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്, നീ ഇപ്പോൾ വിശ്വസിക്കത്തില്ല, പക്ഷേ ഒരു ദിവസം നീ എന്നെ ഉറപ്പായിട്ട് വിശ്വസിക്കുമെന്ന് പറയാണ്. ആ സമയം മൈക്ക് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് അച്ഛനും അമ്മയും കയറി വരാണ്. പെട്ടെന്ന് റൂമിൻ്റെ അകത്ത് കയറി നിന്നപ്പം ഇവരെല്ലാവരും ഷോക്കാവുന്നുണ്ട്. അച്ഛനപ്പം മൈക്കിൻ്റെ അടുത്ത് ആരാ ഇവനെ അകത്തേക്ക് കയറ്റിയെന്ന് വെച്ചപ്പോൾ മൈക്ക് വേണം ഐ എം സോറി അച്ഛാന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അച്ഛൻ മിങ്ങിനെ അടിക്കാനായിട്ട് ചെല്ലാണ്. ജോ തടയുന്നുണ്ട് മിങ്ങിനെ. ജോയ്ക്ക് അടി കിട്ടാതെ മിങ്ങും തടയുന്നുണ്ട്. ഇത് മിങ്ങിന് തീരെ വയ്യാത്തതുകൊണ്ട് തന്നെ അവൻ വൊമിറ്റൊക്കെ ചെയ്യാണ്. അങ്ങനെ മൈക്ക് ആംബുലൻസ് വിളിച്ചിട്ട് മിങ്ങിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ മിങ്ങ് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന ടൈമിന് അവൻ്റെ അടുത്ത് ജോയും മൈക്കും പിന്നെ മിങ്ങിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ആ പയ്യനും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവരിങ്ങനെ നിൽക്കുന്ന ടൈമിൽ ജോ ആണെങ്കിൽ മിങ് നീ ഓക്കെ ആണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മിങ് ബോധമില്ലാതെ കണ്ണ് തുറക്കാതെ കിടക്കുന്നുണ്ട്. മൈക്കിന് മിങ് അഭിനയിക്കുന്നതാണെന്ന് മനസ്സിലായിട്ട് മൈക്ക് മിങ്ങിൻ്റെ അടുത്ത് ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, അഭിനയിക്കണം നിർത്തിയിട്ട് കണ്ണ് തുറക്കാനായിട്ട് പറയാണ്. ആ സമയം മിങ് എഴുന്നേറ്റിരിക്കുകയാണ്. മിങ്ങിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇതെല്ലാം മൊത്തം അവൻ്റെ അഭിനയമായിരുന്നു. അങ്ങനെ മിങ്ങാണെങ്കിൽ മൈക്കിൻ്റെ അടുത്ത് ഓ എൻ്റെ അഭിനയമാണ് ഇതൊന്നും നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം മൈക്ക് വന്നിട്ട് പിന്നെ എനിക്ക് മനസ്സിലാവാതെ ഇതൊക്കെ കണ്ടുപിടിക്കാനാണോ പാടെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ അപ്പം നീ വൊമിറ്റ് ചെയ്യുന്ന പോലെയൊക്കെ അഭിനയിച്ചാണെന്ന് ചോദിച്ചപ്പോൾ മിങ് ആ അതെ അഭിനയിച്ചതാ, അഭിനയിച്ചാലല്ലേ എനിക്കിവിടെ ഇപ്പോൾ എത്തിത്തരാൻ പറ്റത്തുള്ളൂ, അങ്ങനെ എത്തിയാലല്ലേ നമുക്ക് സംസാരിച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാണ്. ആ സമയം ജോ പക്ഷെ അതിന് വേണ്ടിയിട്ട് നീ ഇങ്ങനെ ഒരാഴ്ച ആഹാരം കഴിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മിങ്ങാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ മൈക്ക് നീയാണ് ശരിക്കുള്ള ജോ എന്നും എല്ലാ സത്യങ്ങളും അവൻ മനസ്സിലാക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം മൈക്ക് നീ ഇത്രയൊക്കെ ചെയ്തതല്ലേ, ഇനിയിപ്പോൾ ഇവനാണ് ശരിക്കുള്ള ജോ എന്ന് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, എൻ്റെ പ്രോമിസ് പോലെ തന്നെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അതിന് പകരമായിട്ട് പക്ഷെ അതിൻ്റെ കൂടെ എനിക്ക് നിൻ്റെ സെക്രട്ടറി നീ എനിക്കൊന്ന് തരണമെന്ന് പറഞ്ഞിട്ട് മൈക്ക് നേരെ മിങ്ങിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ജിമ്മിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അവൻ്റെ അടുത്ത് നിന്നിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ടങ്ങ് പോവുകയാണ്. ആ സമയം ജോ മൈക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ മിങ്ങാണെങ്കിൽ അതൊക്കെയുണ്ട്, അച്ഛനെ തോൽപ്പിക്കാനായിട്ട് അവ ആയുധം കളക്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറയാണ്. അതിനുശേഷം ജോ മിങ്ങിൻ്റെ അടുത്ത് നിനക്ക് എന്ത് ഫുഡാണ് കഴിക്കാൻ വേണ്ടത് പറയുക, ഞാൻ ഓർഡർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ജോ അത് മിങ്ങിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിക്കാൻ. ആ സമയം ജോ ആണെങ്കിൽ നിനക്ക് തന്നെ ഇതും കഴിച്ചാൽ പോലെ നിൻ്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം മിങ്ങ് ഞാൻ സ്വന്തമായിട്ട് കഴിച്ചാൽ എൻ്റെ വയറ് നിറയും, എന്നാൽ നീ എനിക്ക് തന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സൊന്നും അറിയുമെന്ന് ഇങ്ങനെ പറഞ്ഞ് പിക്കപ്പ് ലൈനൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് മിങ്ങിൻ്റെ അമ്മ കയറി വരുന്നുണ്ട്. മിങ്ങിൻ്റെ അമ്മേനെ കണ്ടതും ജോ മാറിയിരിക്കുകയാണ്. ആ സമയം മിങ്ങിൻ്റെ അമ്മ ഇല്ല ഇല്ല നീ ഇരുന്നോ, നീ ഉള്ളതുകൊണ്ടാണ് ജോ ഫുഡെങ്കിലും കഴിക്കുന്നത്, നീ എൻ്റെ മോനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് ഒരുപാട് നന്ദി എന്ന് പറയാണ്. മിങ് ആ സമയം അവൻ്റെ അമ്മേൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ സീരിയസ് ആയിട്ടാണ് എനിക്ക് ശരിക്കും ജോയിനെ ഇഷ്ടമാണ്, ഇത് വെറുതെ ഞാൻ ചുമ്മാ പറയുന്നതല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്മ നിനക്ക് സന്തോഷം തരുന്നത് എന്താണോ അതിനെ ഞാൻ തടയുന്നില്ല, പക്ഷേ അച്ഛനോട് സംസാരിച്ച് നീ എന്നെ കാര്യങ്ങൾ ശരിയാക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് മിങ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ആ സമയം അവിടെ ജോ ഉണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് മൈക്കും പിന്നെ മിങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജിമ്മിയും വരുന്നുണ്ട്. അങ്ങനെ ഇവർ നാലുപേർ നിൽക്കുന്ന ടൈമിൽ നമ്മുടെ മൈക്ക് പ്രോമിസ് ചെയ്ത പോലെ തന്നെ അവൻ്റെ അച്ഛനെ കൊണ്ട് സംബന്ധിപ്പിക്കാനായിട്ടുള്ള സാധനങ്ങളും സംഭവമെല്ലാം മൈക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൈക്കാണെങ്കിൽ ആ ഒരു പേപ്പർ അവൻ്റെ കൊടുത്തിട്ട് ഇതൊന്നും സംഘടിപ്പിക്കാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് നിനക്കറിയാമെന്ന് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നീ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് മൈക്ക് അവിടെ നിന്ന് പോവാണ്.
മിങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ജോയുടെ കയ്യിൽ നിന്ന് മിങ്ങിൻ്റെ ബാഗൊക്കെ വാങ്ങിച്ചിട്ട് കാറിലേക്ക് കൊണ്ടുവയ്ക്കുകയും ചെയ്യാണ്. ആ സമയം ജോ ആ പേപ്പറിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ മിങ്ങാണെങ്കിൽ അതറിയണമെങ്കിൽ എൻ്റെ കൂടെ വാ, ഞാൻ അച്ഛൻ്റെ കൂടെ ഒരു അപ്പോയിൻമെൻറ്റ് വെച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ അച്ഛനോട് സംസാരിക്കാൻ പോകാമെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് മിങ്ങും ജോയും കൂടെ ആയിട്ട് നേരെ മിങ്ങിൻ്റെ വീട്ടിൽ വരുന്നതാണ്. അവിടെ ഓൾറെഡി മിങ്ങിൻ്റെ അച്ഛനും അമ്മയും ടോങ്ങും ഇരിപ്പുണ്ട്. അങ്ങനെ മിങ്ങിനെ കണ്ടതും ടോങ് നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ സുഖമാണെന്ന് ചോദിച്ചപ്പോൾ മിങ്ങ് നീ എന്തായാലും അന്വേഷിക്കാൻ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മിങ്ങ് ഒരു പേപ്പർ, അതിനകത്ത് മൈക്ക് കൊടുത്ത ഒരു പേപ്പർ അവൻ്റെ അച്ഛനെ മുന്നിൽ വെച്ചിട്ട് ടോങ് അച്ഛനറിയാതെ നിങ്ങളെ പറ്റിച്ച് നമ്മുടെ കമ്പനിയുടെ പേര് വെച്ചിട്ടാണ് അവൻ അവൻ്റെ കട അടച്ചുകൊണ്ടിരുന്നതിനുള്ള പേപ്പറാണിതെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് ടെൻഷനായിട്ട് നീ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെ പേപ്പർ എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ ചോദിക്കുകയാണ്. അത് മിങ്ങ് ടോങ്ങിന് മറുപടി എടുക്കാതെ അച്ഛൻ്റെ അടുത്ത് അച്ഛനത് കാണുമ്പോൾ തന്നെയൊക്കെ വായിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ, അച്ഛനൊരു ബിസിനസ് മാൻ അല്ലേ, നോക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ അല്ല അച്ഛൻ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അച്ഛൻ ടോങ്ങിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറഞ്ഞിട്ട് മിങ്ങിൻ്റെ അടുത്ത് എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. ആ സമയം മിങ്ങാണെങ്കിൽ ടോങ് നമ്മുടെ കമ്പനിയുടെ പേര് വെച്ചിട്ടും നമ്മുടെ കമ്പനിയുടെ പൈസ നമ്മളറിയാതെ ഉപയോഗിച്ചിട്ടുമാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ നമ്മുടെ വീടിനെ നമ്മുടെ ഫാമിലിനെ ചതിക്കുവാണ്, അതിൻ്റെ എല്ലാ തെളിവും ഇതിലുണ്ട്. ആ കാര്യമാണെങ്കിൽ ഞാനിപ്പോൾ ന്യൂസുകാർക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയും പൊളി, ടോങ്ങിൻ്റെ അഭിനയവും നിൽക്കും, എല്ലാം അച്ഛൻ കെട്ടിപ്പണത്ത് ഉയർത്തിയത് എല്ലാം പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് മിങ്ങിൻ്റെ അടുത്ത് മിങ്ങ് നീ ഇങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ, എൻ്റെ ലൈഫ് പോകുമെന്ന് പറയാണ്. ആ സമയം മിങ്ങ് നിൻ്റെ ലൈഫ് പോകുന്നതിന് ഞാനെന്തിനു മൈൻഡ് ചെയ്യണം, നീ കാണിച്ചു വെച്ചെല്ലാം നിനക്ക് കിട്ടുന്നതിനുള്ള ശിക്ഷയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്, നിൻ്റെ ചേച്ചി 4 മാസം പ്രഗ്നൻ്റാണ്, അടുത്ത മാസം അമ്മയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ അന്ന് പറയാനാണ് വിചാരിച്ചിരുന്നത്, ഇപ്പോൾ ഒരു കുഞ്ഞ് വരെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പോകണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം കുഞ്ഞിൻ്റെ കാര്യം കേട്ടതും അമ്മയും സൈഡ് മാറി ടോങ്ങിൻ്റെ കൂടെ നിന്നിട്ട് ആ അതെ മോനെ നീ ഇപ്പോൾ ടോങ്ങിൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് നമ്മുടെ മിങ്ങിൻ്റെ സിസ്റ്റർ മെയ് വരുന്നുണ്ട്. മെയ് വന്നിട്ട് എൻ്റെ കുഞ്ഞും ഈ പ്രശ്നവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, മിങ് നീ പറയാനുള്ളതൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് മെയ്യുടെ അടുത്ത് നീ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചപ്പോൾ മെയ് ആണെങ്കിൽ നീ എൻ്റെ ഫാമിലീനെ പറ്റിച്ച് പൈസ എടുക്കാറില്ലേ, കുഞ്ഞ് വേറെ ഈ ബിസിനസ് വേറെ, എന്തായാലും നിനക്കുള്ളത് കിട്ടിയേ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മിങ്ങാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് കേട്ടല്ലോ വെച്ചാൽ എനിക്ക് സപ്പോർട്ടിന് ആളൊക്കെ ഉണ്ട്, അച്ഛൻ തന്നെ തീരുമാനിക്കും ഈ ടോങ്ങിൻ്റെ കേസ് ഞാൻ ന്യൂസുകാർക്ക് കൊടുക്കണോ അതോ ജോയും ഞാനും ഒരുമിച്ചുണ്ടാവണോ എന്ന്, അച്ഛൻ കെട്ടിപ്പണത്ത് ഉയർത്തിയതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അച്ഛനാണെങ്കിൽ എങ്കിൽ ഓക്കെ നിന്നെയും ജോയിനെയും ഒരുമിച്ചുണ്ടാവാൻ ഞാൻ സമ്മതിക്കാം, പക്ഷേ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നേക്കുമായിട്ട് ഒരു ചില്ലി കാശ് പോലും നിനക്കൊന്നും തന്നെ ഇവിടുന്ന് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. നീ ഏത് വേണമെന്ന് തീരുമാനിക്കാനായിട്ട് പറയാണ്. ആ സമയം മിങ്ങാണെങ്കിൽ എനിക്ക് ജോയിനെ മതി, എന്തൊക്കെയായാലും ഞാൻ കെട്ടിപ്പണർത്തുയർത്തിയ എൻ്റെ ബിസിനസ് എൻ്റെ കൂടെ ഉണ്ടാവും, ആ ക്യാഷൊക്കെ എനിക്ക് മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം അച്ഛൻ ആ ബിസിനസ് പോലെ ഞാൻ നിനക്ക് തരത്തില്ല, കാരണം ഞാൻ പഠിപ്പിച്ചെന്നത് വെച്ചിട്ട് നീ ഉണ്ടാക്കി എടുത്ത ബിസിനസ്സാണ്, അതും എൻ്റേതാണ്, നിനക്ക് അതുപോലും കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മിങ്ങ് എന്നാലും കുഴപ്പമില്ല എനിക്ക് ജോയിനെ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. ജോയിനെ ചൂസ് ചെയ്യുമെന്ന് അവൻ്റെ അച്ഛൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ മിങ്ങും ജോയി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മിങ്ങിൻ്റെ സെക്രട്ടറി ഇപ്പോൾ ഉണ്ടായിരുന്നു. സെക്രട്ടറി ആണെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ പോയെന്ന് വെച്ചപ്പോൾ മിങ്ങാണെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സെക്രട്ടറിയുടെ അടുത്ത് ഇനി നീ എൻ്റെ കൂടെ നിൽക്കണ്ട, നീ എൻ്റെ അടുത്ത് നിന്ന് പൊക്കോളാനായിട്ട് പറയാണ്. ആ സമയം സെക്രട്ടറി പറ്റത്തില്ല, ഞാൻ എവിടെ പോയാലും നിങ്ങളോട് വരും എന്ന് പറഞ്ഞപ്പോൾ മിങ്ങ് നിനക്കിത് തരാനായിട്ട് നിന്നെ അസിസ്റ്റൻ്റായിട്ട് വച്ചിക്കാനായിട്ടും എൻ്റെ 5 പൈസ പോലും ഇല്ല, ഒരു കാര്യം ചെയ്യും, എൻ്റെ ബ്രദർ മൈക്ക് ഒരു അസിസ്റ്റൻറ്റിനെ നോക്കി നടക്കുകയാണ്, ഞാൻ ഓൾറെഡി നിനക്കും അവനും വേണ്ടിയിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, നീ അവൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പറയാണ്. അങ്ങനെ അവർ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അവിടെ വെച്ച് പിരിയുന്നുണ്ട്. അതിനുശേഷം ജോ ആണെങ്കിൽ മിങ്ങിൻ്റെ അടുത്ത് നീ വീട് വിട്ട് ഇറങ്ങുന്നുള്ളത് ഉറപ്പിച്ചോ, തീരുമാനിക്കണമെങ്കിൽ ഇപ്പം തീരുമാനിക്കണം, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഒരു 5 പൈസകളും നമ്മുടെ കയ്യിലില്ല, നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. അത് മിങ്ങ് എനിക്ക് ഓക്കെയാണ്, നമ്മളിവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയും നമ്മൾ നമ്മുടെ അടുത്ത യുദ്ധം സ്റ്റാർട്ട് ചെയ്യും, നിനക്ക് ഓക്കെ ആണെന്ന് ചോദിച്ചപ്പോൾ ജോ എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവരോട് നിങ്ങൾ പോവാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ ഇങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കുന്നതാണ്. ആ സമയത്ത് ഓൾറെഡി ഇൻറ്റിമേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ ഒരു പരസ്പരം നോക്കിക്കൊണ്ട് കിടക്കുന്ന സമയത്ത് ജോ ആണെങ്കിൽ എനിക്ക് ഒരു കാര്യം കൂടെ സെറ്റ് ചെയ്യാനുണ്ട്, എനിക്ക് അമ്മയുടെ അടുത്ത് പോയി സംസാരിച്ച് കാര്യങ്ങളെല്ലാം നേരെയാക്കണമെന്ന് പറയാണ്. ആ സമയം നമുക്കിന്ന് ഉച്ചയ്ക്ക് അമ്മയുടെ അടുത്തേക്ക് ചെല്ലാം, എനിക്കും അമ്മയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോറിയും ചോദിച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ടോങ്ങിനെയാണ്. ടോങ് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ അടുത്തോട്ട് മെയ് വന്നിട്ട് നീ നിൻ്റെ സെക്രട്ടറീനെ ഉപയോഗിച്ച് എനിക്ക് ഒരു ഡിവോഴ്സ് നോട്ടീസ് സെൻഡ് ചെയ്തു, നീ എന്തിനാണ് എനിക്കിപ്പോൾ ഡിവോഴ്സ് നോട്ടീസ് സെൻഡ് ചെയ്തത്, നീ എന്തിനാണ് ഇപ്പം ഞാനോട് ഡിവോഴ്സ് ആവാൻ പോകുന്നത്, എന്താ കാര്യം എന്ന് നോക്കിയാണ്. ആ സ്വിമ്മിങ് ഫാമിലിയായിട്ട് ആ പ്രശ്നം നടക്കുന്ന സമയത്ത് നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം മിങ്ങിനെ സപ്പോർട്ട് ചെയ്തില്ലേ, അതുകൊണ്ടാണെന്ന് പറയാണ്. ആ സമയം മെയ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെക്കാളും വലുതായിട്ട് മിങ്ങാണെന്ന് വിചാരിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് നമ്മുടെ കുഞ്ഞ് ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ വരരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയുന്നുണ്ട്. ആ സമയം
സമയം ടോങ് ആണെങ്കിൽ എന്തായാലും എനിക്ക് എന്നോട് ജീവിക്കാൻ താല്പര്യമില്ലെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ആ സമയം മെയ് ആണെങ്കിൽ ഇത് എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോൾ ടോങ് എൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം മെയ് ഇങ്ങനെയൊന്നും പെരുമാറല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മെയ് ടോങ്ങിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലായിരുന്നെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടോങ് മിണ്ടാതെ നിന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിനക്ക് ഓൾറെഡി തന്നെ അതിനുള്ള മറുപടി അറിയായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയാണ്. ആ സമയം മെയ് അവിടെ നിന്ന് ദേഷ്യത്തിൽ ആ ഡിവോഴ്സ് നോട്ടീസിൻ്റെ പേപ്പർ അവിടെ വെച്ചിട്ട് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ മെയ് പോയി കഴിക്കുന്നതും ടോങ് ഐ ആം സോറി എന്ന് പറയുന്നുണ്ട്. ഈ സമയം ടോങ് അവിടെ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ടോങ് കടം കൊടുക്കാനായിട്ട് അന്ന് പൈസ വാങ്ങാൻ വന്ന 2-3 ആൾക്കാരുണ്ടല്ലോ, അവരിങ്ങനെ വരുന്നത് കാണാണ്. അത് കണ്ടപ്പോഴേ ടോങ്ങിന് അടുത്ത് പേടിയാവുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കട്ടാക്കിയിട്ട് പിന്നെ കാണിക്കുന്നത് ജോ എല്ലാവർക്കും സ്റ്റണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെ ആ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ നിൽക്കുന്ന സമയത്ത് ജോയിൻ്റെ അടുത്ത് ഞങ്ങളോട് വരാൻ പറയുന്നുണ്ട്. ആ സമയം ജോ സോറി കേസ് എനിക്ക് വരാൻ പറ്റില്ല, എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറയാണ്. അങ്ങനെ അവർ ജോയിനെ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറയും കളിയാക്കിയിട്ട് ആരോടും ചെല്ലാണ്. ഇങ്ങനെ ജോ സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുന്ന സമയത്ത് ഒരാൾ ജോയിൻ്റെ അടുത്തേക്ക് വരാണ്. ജോ തിരിഞ്ഞു നോക്കിയപ്പോൾ ടോങ് ആയിരുന്നു. ടോങ് വന്നിട്ട് ജോയിൻ്റെ അടുത്ത് ജോ പ്ലീസ് 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 നീ മിങ്ങിനോടത്ത് ഒന്ന് എനിക്ക് പൈസ തരാൻ പറ, ആ കടം വാങ്ങാനുള്ളവർ എന്നെ ഇങ്ങനെ പുറകെ ഇട്ട് ഓട്ടിക്കുകയാണ്, എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല ജോ, പ്ലീസ് നീ ഒന്ന് മിങ്ങിൻ്റെ അടുത്ത് പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജോ അതിനിപ്പോൾ മിങ്ങിൻ്റെ 5 പൈസ എല്ലാം ഇറങ്ങിയപ്പോൾ ടോങ് ആണെങ്കിൽ മിങ്ങിൻ്റെ അടുത്ത് പോയിട്ട് അച്ഛനോട് സോറി പറയാൻ പറ, അച്ഛൻ്റെ മനസ്സല്ലെങ്കിൽ അച്ഛൻ പൈസ കൊടുക്കും, പ്ലീസ് ജോ നീ പറഞ്ഞാൽ മാത്രമേ അവൻ കേൾക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോ ആണെങ്കിൽ നിങ്ങളിന് സത്യമാണ് പറയുന്നെങ്കിൽ പോലും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ആ കടം കൊടുക്കാനുള്ള ആൾക്കാർ വരികയാണ്. അവർ ഇത്രയും നേരം ടോങ്ങിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടോങ് അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ വന്നതും ടോങ് ആണെങ്കിൽ ജോയിൻ്റെ പുറകെ വിളിച്ചിട്ട് ജോ പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ ജോ അവരുമായിട്ട് ടോങ്ങിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഇവരവിടെ നിന്ന് ഓടാണ്. അങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്ന് പിടിക്കുന്നുണ്ട് ടോങ്ങിനെ. അങ്ങനെ ടോങ്ങിനെയും പിടിച്ച് കാറിൽ കയറ്റിക്കൊണ്ട് അവിടെ നിന്ന് ചെല്ലാണ്. പക്ഷേ ശരിക്കും കൊണ്ടുപോയത് ടോങ്ങിനെ ആയിരുന്നില്ല, ജോയിനായിരുന്നു. കാരണം ഇവരിങ്ങനെ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ജോ ടോങ്ങിനെ ഒരിടത്ത് കൊണ്ട് മാറ്റി നിർത്തിയിട്ട് ടോങ് ഇവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് ഒരു മാസ്കും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് മുഖം മറച്ചുകൊണ്ടായിരുന്നു വന്നത്. അങ്ങനെ ടോങ്ങിനെ ജോ ഒരിടത്ത് മാറ്റി വെച്ചിട്ട് ആ കൂളിംഗ് ഗ്ലാസും മാസ്കും എല്ലാം അവനെടുത്ത് വെച്ചിട്ട് അവൻ ടോങ്ങായിട്ട് അഭിനയിച്ച് ഓടാണ്. അല്ലെങ്കിൽ ടോങ്ങിൻ്റെ സ്റ്റാൻഡിനായിട്ട് അഭിനയിച്ചാണല്ലോ, അപ്പോൾ കാണുന്നവർക്ക് അത് ടോങ് ആണെന്നല്ലേ തോന്നുള്ളൂ. അങ്ങനെ അവർ ടോങ് ആണെന്നൊരു ജോയിനെ പിടിച്ചുകൊണ്ടങ്ങ് പോവാണ്. ഈ കാര്യങ്ങളെല്ലാം ടോങ് മിങ് ജോയിനെ പിക്ക് ചെയ്യാൻ വന്ന സമയത്ത് പറയുന്നുണ്ട്. അങ്ങനെ മിങ് ടോങ്ങിനെ കൊണ്ട് ഒരിടത്ത് ഇരുത്തിയ ശേഷം നീ എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോയത്, കള്ളം പറയത്, നീ ജോയിനെ കൊണ്ട് കുടിക്കുകയില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം അവിടെ മൈക്കും മിങ്ങിൻ്റെ സെക്രട്ടറിയും ഉണ്ട്. അപ്പോൾ മൈക്കാണെങ്കിൽ വേണ്ട മിങ് നീ ഇപ്പം ഇങ്ങനെ ദേഷ്യപ്പെടാൻ പോകില്ലേ, ജോയിനെ രക്ഷപ്പെടുത്താനുള്ള വഴി നമുക്ക് നോക്കാമെന്ന് പറയാണ്. ഇതേ സമയം ആ കടം വാങ്ങാനുള്ള ആൾക്കാർക്ക് അത് ടോങ് അല്ലാന്ന് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ കൂടെ ടോങ്ങിൻ്റെ സ്റ്റാൻഡിനാണെന്നും കൂടെ മനസ്സിലായപ്പോൾ ടോങ്ങിന് വേണ്ടിയിട്ട് സിനിമയിലല്ലാതെ നീ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാനായിട്ട് പറയാണ്. അങ്ങനെ അവർ ജോയിനെടുത്തിട്ട് അടിക്കുകയാണ്. ഈ സമയം മിങ് ടോങ്ങിൻ്റെ ഫോൺ കൊടുത്തിട്ട് അവരെ നമ്പർ ഡയൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ നമ്പർ ഡയൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ സമയം അവിടെ ജോയിനെ കൊല്ലാനായിട്ട് തോക്കിങ്ങനെ ചൂണ്ടി പിടിച്ചായിരുന്നു. ഈ സമയം കൊണ്ട് മിങ്ങാണെങ്കിൽ ആ നമ്പറിൽ കോൾ ചെയ്തിട്ട് ഞാൻ ടോങ്ങിൻ്റെ വൈഫിൻ്റെ ബ്രദറാണ്, ഞാൻ നിങ്ങൾക്ക് പൈസ എല്ലാം തരാം, പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങൾ ജോയിനെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം അയാളാണെങ്കിൽ ഇത്രയും കാലം നീ ടോങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങിയില്ല, ഇപ്പോൾ അവൻ്റെ സ്റ്റാൻഡിനെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ നീ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങിയല്ലോ, എന്താ ഈ സ്റ്റാൻഡ് നിനക്ക് അത്രയ്ക്ക് പ്രധാനമാണോ, എങ്കിൽ ശരി ഞാൻ വിട്ടു തന്നേക്കാം, പക്ഷേ എനിക്ക് നീ എല്ലാ പൈസ ഇന്ന് രാത്രി തന്നെ തരണമെന്ന് പറയുന്നുണ്ട്. ആ സമയം മിങ് എത്ര രൂപ വേണ്ടതെന്ന് വെച്ചപ്പോൾ അവനാണെങ്കിൽ എനിക്ക് തരാനുള്ളത് 300 മില്യൺ ആണ്, എനിക്ക് അത്രയും വേണം, പിന്നെ അതിൻ്റെ പലിശയും കൂടെ ചേർത്തിട്ട് എനിക്ക് 500 മില്യൺ വേണമെന്ന് പറയാണ്. ഇത്രയും പൈസയാണെന്ന് കേട്ടപ്പോഴത്തേക്കും എല്ലാവരും ഷോക്കാവുന്നുണ്ട്, മൈക്കും എല്ലാവരും. ആ സമയം മൈക്കാണെങ്കിൽ സ്പീക്കർ ഫോണിൽ കിടന്നുകൊണ്ട് തന്നെ സോറി ഈ ഒരു രാത്രി കൊണ്ട് അത്രയും പൈസ റെഡിയാക്കാൻ പറ്റത്തില്ല, കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് നിങ്ങൾക്ക് അത്രയും പൈസ കിട്ടുമല്ലോ, എനിക്കത് ഇന്ന് രാത്രി തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ജോയിന് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് അടിക്കുന്ന സൗണ്ട് മിങ്ങിന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മിങ്ങാണെങ്കിൽ മൈക്കിനെയും ടോങ്ങിനെയും കൊണ്ട് നേരെ വീട്ടിലേക്കാണ്. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് എൻ്റെ പൈസ ഒന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടതാ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണോ ചെയ്തു തരാം, നിങ്ങൾ ജയിച്ചു ഞാൻ സമ്മതിച്ചു, ആ പൈസ ഒന്ന് എനിക്ക് തരാനായിട്ട് പറയാണ്. ആ സമയം അച്ഛനാണെങ്കിൽ മൈക്കിൻ്റെ അടുത്ത് അവരുടെ അടുത്ത് നിന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ മുട്ടുകുത്തിരുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ തെറ്റാണ്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, ജോയ്ക്ക് ഇതിലൊരു പങ്കുമില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണാനായിട്ട് ഒരു അവസരം തരാനായിട്ടാണ് എനിക്ക് പകരം അവൻ റിസ്ക് എടുത്ത് അവരുടെ കൂടെ അവരുടെ പിടിയിൽപ്പെട്ട് പോയത്, നിങ്ങൾ ജോയിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് പറയാണ്. ആ സമയം അച്ഛനാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, നിൻ്റെ സകല കടം തീർക്കാനും ഞാൻ എൻ്റെ ആൾക്കാരെ അയച്ചു, നിൻ്റെ കടം തീർത്തു, എന്നാൽ ഈ ഒരു കടം ഇത് നീ തന്നെ തീർക്കണം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മിങ് എങ്കിൽ ശരി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട, ഇത് ഞാൻ തന്നെ അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മിങ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. മൈക്ക് ടോങ്ങിനെയും വിളിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവർ നേരെ പൈസ സംഘടിപ്പിച്ചിട്ട് ആ ഒരു കടം കൊടുക്കാനുള്ള ആളുടെ സ്ഥലത്തേക്ക് ചെല്ലാണ്. ഈ സമയം അയാളാണെങ്കിൽ ഇവരെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയത് മിങ് കോൾ ചെയ്തിട്ട് ഞാൻ എത്തിയെന്ന് പറയാണ്. അങ്ങനെ മിങ്ങിൻ്റെ ദേഹത്ത് എന്തെങ്കിലും ആയുധങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ സെർച്ച് ചെയ്തിട്ട് അവരകത്തേക്ക് വിടാണ്. അങ്ങനെ മിങ് അകത്തേക്ക് വരുന്നതും അയാൾ നീ തന്നെ നേരിട്ട് വന്നല്ലോ,
അത്രയും നേരിട്ട് തരാൻ മാത്രമായിട്ട് ഈ സ്റ്റാൻഡിൻ നിനക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം മിങ് അതേന്ന് ഇറങ്ങിയിട്ട് ആ പൈസയുടെ ബാഗ് കൊടുക്കുകയാണ്. നോക്കിയപ്പോൾ അതിനകത്ത് 10 മില്യണേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം നീ എന്നിട്ട് പറ്റിക്കാൻ നോക്കണമെന്ന് വെച്ചപ്പോൾ മിങ്ങാണെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾ എന്നെ പിടിച്ചു വെച്ചോ, പക്ഷേ എന്നെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി പൈസ കിട്ടത്തില്ല, എൻ്റെ അമ്മ എനിക്ക് 500 മില്യൺ തരാമെന്ന് പറഞ്ഞു, അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം അയാളാണെങ്കിൽ നീ ഇവന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇവൻ അതിന് മാത്രം നിൻ്റെ ആരാന്ന് ചോദിച്ചപ്പോൾ മിങ് അവനെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, ആ ഒരു സ്ഥാനം ആർക്കും മാറ്റാനായിട്ട് പറ്റത്തില്ല എന്ന് പറയാണ്. അങ്ങനെ മിങ്ങിനെ അവിടെ നിർത്തിയിട്ട് ജോയിനെ വിട്ടുകൊടുക്കാനുള്ള ആ ഒരു ഡീല് സമ്മതിക്കുകയാണ്. അങ്ങനെ അവർ ഷേക്ക് ഹാൻഡ് എടുക്കുകയാണ്. ഈ സമയം ജോ വേണ്ട വേണ്ട എനിക്ക് വേണ്ടിയിട്ട് നീ അങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് പോലീസ് വരാണ്. അങ്ങനെ പുറത്തുനിന്ന് പോലീസ് ഒന്ന് വളഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും നിങ്ങൾ പോലീസിനെ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് ടോങ്ങും മൈക്കും പുറത്തു നിന്നുകൊണ്ട് തന്നെ പോലീസ് അവരെ സേവ് ചെയ്യാണ്. എന്നിട്ട് പോലീസിന് അകത്ത് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജോയും അടി ഉണ്ടാക്കുന്നുണ്ട്, എല്ലാവരും ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ അയാളാണെങ്കിൽ അവർ കടം വാങ്ങാനുള്ള ആളാണെങ്കിൽ മിങ്ങിനെ ഷൂട്ട് ചെയ്യാനായിട്ട് പോയതും ജോ അതിൻ്റെ ഇടയിൽ വന്ന് കയറാണ്. അങ്ങനെ ജോയ്ക്ക് വെടിയുണ്ട്, ജോ താഴെ വന്ന് വീഴാണ്. അയാളുടെ അടുത്ത് മിങ്ങിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ചെന്നതും അങ്ങോട്ടേക്ക് കറക്റ്റ് പോലീസ് എന്നായിരുന്നു. അങ്ങനെ പോലീസ് അയാളെ പിടിക്കുകയാണ്. എന്നീ സമയം കൊണ്ട് ജോയുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന ജോ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടി കണ്ണു പറഞ്ഞ് എഴുന്നേൽക്കുന്നതാണ്. അവനിങ്ങനെ എഴുന്നേറ്റ് നിന്നപ്പോഴത്തേക്കും എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അവന് ചുറ്റും നോക്കിയ ശേഷം ഒരു റൂമിൻ്റെ അകത്തേക്ക് നോക്കിയപ്പോൾ ഒരു റൂമിൻ്റെ അകത്തായിട്ട് ഇവൻ ഇങ്ങനെ ഹോസ്പിറ്റൽ ബെഡിൽ ബോധമില്ലാതെ കിടക്കാണ്. ഇവൻ്റെ അടുത്തായിട്ട് മിങ്ങും സോണും മൈക്കും എല്ലാവരും നിന്ന് വിഷമിച്ചിപ്പോണ്ട്. അപ്പോൾ അവൻ്റെ മൈൻഡിൽ അവൻ്റെ കൺമുമ്പിലായിട്ട് ആ ഒരു മിങ്ങിൻ്റെ ആ ഒരു മാസ്റ്ററായിട്ടുള്ള ആ ഒരു സ്വാമി വരാണ്. അയാൾ വന്നിട്ട് ഇത് നിൻ്റെ ആത്മാവാണ്, നീ ആ ബോഡിയിൽ നിന്ന് പുറത്തിറങ്ങി എന്ന് പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ അപ്പം ഞാൻ മരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ നീ മരിച്ചിട്ടുമില്ല, ജീവനോടെ ഇല്ല എന്ന് പറയാണ്. നീ നേരത്തെ പോലെ വീണ്ടും ആ ഒരു ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നിൻ്റെ വിധി തീരുമാനിച്ചത് നീയല്ല, അതുകൊണ്ട് നീ ഈ ബോഡി വന്ന് കയറി. എന്നാൽ ഇപ്രാവശ്യം നിൻ്റെ വിധി നിനക്ക് തീരുമാനിക്കാം. നീ ആ കാണുന്ന ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നീ എന്നേക്കോ ഈ ലോകം വിട്ടു പോകും. എന്നാൽ നീ വീണ്ടും ഈ ഡോറിൻ്റെ അകത്ത് ഇപ്പുറം നിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഡോറിൽ കൂടെ കയറി കഴിഞ്ഞാൽ നീ വീണ്ടും ആ ബോഡി തന്നെ കയറുമെന്ന് പറയാണ്. അങ്ങനെ ജോ ആ ഒരു ബോഡി തന്നെ കയറാനായിട്ട് പോവാണ്. ആ സമയം അയാൾ നിനക്ക് മടുത്തില്ലേ, ജീവിതകാലം മൊത്തം ഒരാളുടെ സ്റ്റാൻഡിൻ്റെ ആയിട്ട് ജീവിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് നിനക്ക് അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമില്ലേ, നീ കാര്യമായിട്ട് തീരുമാനിക്കുക, നിനക്ക് കിട്ടുന്ന ഒരേ ഒരു അവസരം ഇതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജോ മിങ്ങിൻ്റെ ഉള്ള എല്ലാ മൊമെൻറ്റ്സും ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവൻ കഷ്ടപ്പെട്ട സിറ്റുവേഷൻസും ഒരുപാട് വിഷമിച്ചതും ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചതും എല്ലാം അവൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഇനി അവൻ ഈ ജീവിതം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവൻ എന്നേക്കായിട്ട് ഈ ലോകത്തോടെ വിട പറയാമെന്ന് കരുതിയിട്ട് അവൻ അയാൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡോറ് വഴി ഇറങ്ങാനായിട്ട് ചെല്ലാണ്. അങ്ങനെ അവൻ ആ ഒരു ഡോറിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ആ ഡോർ ഓപ്പൺ ചെയ്യുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻഡാവുകയാണ്. അടുത്ത് വരാൻ പോകുന്ന ഫൈനൽ എപ്പിസോഡാണ്. എന്താവും എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല. സത്യം പറയുക ഫൈനൽ എപ്പിസോഡ് ഞാനും ഇതിനായിട്ട് കണ്ടിട്ടില്ല, കാണാൻ ടൈം കിട്ടാതിരിക്കുവാണ്. സോ നെക്സ്റ്റ് എപ്പിസോഡ് പറ്റിക്കഴിഞ്ഞാൽ നാളെ തന്നെ ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.